സജി നന്ദ്യാട്ട് സിനിമാ നിർമ്മാതാവ്, അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ അഭിപ്രായമുണ്ട്. അദ്ദേഹം ടെലിഫോണിൽ. ശ്രീ സജി നന്ദ്യാട്ട്, തെരുവ് നായ പ്രശ്നം കേരളവും മറ്റ് സംസ്ഥാനങ്ങളും ഒക്കെ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളാവട്ടെ, രാവിലെ നടക്കാൻ പോകുന്ന ആളുകളാവട്ടെ, ജോലിക്ക് പോകുന്നവരാവട്ടെ, പട്ടിയുടെ കടി കൊള്ളുന്നുണ്ടെന്ന് മാത്രമല്ല, ഇപ്പോൾ പേവിഷബാധ ഏറ്റുള്ള മരണം കൂടി വരികയാണ്. ചിലപ്പോഴെങ്കിലും വാക്സിനേഷൻ ഫലപ്രദമാവുന്നില്ല എന്ന പേടിയോ സംശയമോ പോലും ഉണ്ടാവുന്നു. അപ്പോൾ തെരുവ് നായകളെ ഫലപ്രദമായി നിയന്ത്രിക്കണമെന്ന് ഇപ്പോൾ സുപ്രീം കോടതി സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് ഫലം കാണുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ണ്ട്. മാത്രമല്ല, ഇത് മനുഷ്യ ജീവന് അല്ലെ കുട്ടികൾക്കൊക്കെ അത് ഭീഷണിയാകുമ്പോൾ നമ്മൾ അതിനെ അനുകൂലിക്കുന്നില്ല. മറിച്ച് ഈ തെരുവ് നായകൾ എങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. തെരുവ് നായകൾ എന്ന് പറയുന്നത് ഉണ്ടായത് ഇവിടുത്തെ മനുഷ്യർ തന്നെ തെരുവിൽ ഉപേക്ഷിച്ചതല്ലേ, അല്ലാതെ തെരുവ് നായകൾ പൊട്ടിക്കണതല്ലോ. അപ്പൊ ഈ മനുഷ്യർ തന്നെ ഈ തെരുവിൽ ഉപേക്ഷിച്ചതിന്റെ പേരിൽ അത് പെറ്റുവരികയാണ് ഇത്രയും എന്താ പറയാ ആപത്തിലേക്ക് പോയത്. അപ്പൊ ലോക്കൽ ബോഡീസ് ഇതില് ഓരോ പഞ്ചായത്തിൽ 200 എണ്ണം അല്ലെങ്കിൽ ഓരോ എഫോർട്ട് എടുത്തുകൊണ്ട് ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഇവയെ പിടിച്ചുകൊണ്ട് പോയി ഷെൽട്ടർ കൊടുത്തുകൊണ്ടും അതോടെ തന്നെ പ്രസവം ഉൾപ്പെടെ കാര്യങ്ങൾ നിർത്തിക്കഴിഞ്ഞപ്പോൾ എന്റെ വീട്ടിലുണ്ട് പട്ടി. എന്റെ വീട്ടിൽ 3 പട്ടികളുണ്ട്. കാരണം ഞാനത് 2 പെൺപട്ടികളാണ്. ഞങ്ങൾ അതിന്റെ പ്രസവം നിർത്തി. അപ്പോൾ എന്തുണ്ടാവും? സ്വാഭാവികമായും 12 വർഷം അല്ല 15 വർഷത്തേക്കുള്ള ഒരു നായ്ക്ക് ചെയ്തില്ല, മുന്നോട്ടുള്ള ആയുസില്ല. അപ്പൊ സ്വാഭാവികമായി അത് കഴിയുമ്പോൾ ഇത് കുറയും. അപ്പൊ കുറയാൻ നമ്മൾ വെറുതെ പത്രത്തിലും മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നതിന്റെ പേരിൽ ഒരിക്കലും തെരുവ് നായകളോ വന്യമൃഗങ്ങളോ കുറയില്ല. മറിച്ച് എന്ത് ചെയ്യണം? അതിന് ശാശ്വതമായ അവയെ ഉപദ്രവിക്കാതെയുള്ള പരിഹാര മാർഗങ്ങൾ. അവയെ ഉപദ്രവിക്കുന്ന അത് തന്നെ പരിഹാരം ഉണ്ട് ഇവിടെ. കൊല്ലുക എന്നുള്ളതല്ല. എക്കോ ബാലൻസിങ് പോകില്ലേ? ഭൂമിയിൽ മനുഷ്യൻ മാത്രം ജീവിച്ചാൽ മതിയോ? മനുഷ്യൻ മാത്രം ജീവിച്ചാൽ നമ്മുടെ പരിസ്ഥിതി എന്താവും? എക്കോ ബാലൻസിങ് എന്ന് പറയുന്ന സംവിധാനത്തെ കുറിച്ച് പഠിക്കാത്തതുകൊണ്ട് ഇവിടെ ആരും നമ്മുടെ പ്രകൃതിയെ കുറിച്ച് പഠിക്കുന്നില്ല. ഇവിടെ ആരും നായ്ക്കളെ കൊല്ലണമെന്ന് ഏതെങ്കിലും സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടുകയോ അതനുസരിച്ച് സുപ്രീം കോടതി നിർദ്ദേശിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ അനിമൽ ബർത്ത് കൺട്രോൾ അത് ഫലപ്രദമായി നടപ്പാക്കുക, തെരുവിൽ അലഞ്ഞ് തിരിയുന്ന നായകൾക്ക് ഷെൽട്ടർ ഉണ്ടാക്കുക, അവയെ മാറ്റുക, നമ്മൾ റോഡിൽ ഇറങ്ങി നടന്നാൽ പട്ടി കടിക്കാതിരിക്കുക, അത്ര മതി. അതാണല്ലോ അനിവാര്യമായി വേണ്ടത്. അപ്പൊ അതിനെന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ചോദ്യം. അല്ല, ശരിയാ കറക്റ്റായിട്ട് പറഞ്ഞത്. കാരണം ഇതിനകത്തൊരു സംഭവം, ഈ ഭൂമിയിൽ ജീവിക്കാൻ എല്ലാ ജീവജാലങ്ങൾക്കും അവകാശമുണ്ട്. ലോകത്തിലെ സകല ലക്ഷോപല ജീവജാലങ്ങൾക്കും ഉള്ളതായി ഭൂമി. അപ്പം ഭൂമിയുടെ അവകാശികൾ എല്ലാവരും. പക്ഷെ അവയെ ആഹാരം കിട്ടാതെ അവ ആക്രമിക്കപ്പെടുന്നു, പേ വരുന്നു, ഇതൊക്കെ സ്വാഭാവികം ഉണ്ടാവുന്നു. അതുകൂടെ മനുഷ്യന്, കുട്ടികള് ഇവർക്ക് ഉണ്ടാകുന്നത് നമ്മൾ ഒരിക്കലും അനുകൂലിക്കുന്നില്ല കേട്ടോ. പക്ഷെ മറിച്ച് ഇവയെ ശാശ്വതമായ പരിഹാരത്തിലൂടെ ഇവയുടെ ജനസംഖ്യ അല്ലെങ്കിൽ ഇവരുടെ വർധനവ് കുറയ്ക്കാൻ നമുക്ക് പറ്റുമല്ലോ. അതിനുള്ള മാർഗങ്ങളുണ്ട്. പക്ഷെ ഒന്നും ചെയ്യുന്നില്ല. വെറുതെ ഒരു ഐ വാഷിംഗ് മാത്രം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു വിധി വരും, ഒരു ഐ വാഷിംഗ് എന്തെങ്കിലും വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്ത് തീർത്തു എന്നൊന്ന് ധരിപ്പിക്കാൻ മാത്രമാണ് ചെയ്യുന്നത്. അത് എഫക്റ്റീവായ സ്റ്റെപ്പുകൾ എടുക്കുന്നില്ല. എഫക്റ്റീവായ സ്റ്റെപ്പുകൾ എടുത്താൽ ഇത് ശാശ്വതമായ പരിഹാരം. നമുക്കറിയാലോ, ലോക്കൽ ബോഡീസിൽ ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിലും ഇതിനായി ദൗത്യമായി ഇറങ്ങി അതിന് കുറച്ച് പൈസ മുടക്കേണ്ടി വരും സർക്കാർ. പക്ഷെ മുടക്കി കഴിഞ്ഞാൽ ഇത് ശാശ്വതമായി പരിഹരിക്കാൻ പറ്റും. ഇവയെ ഉപദ്രവിക്കാതെ തന്നെ പരിഹാരം ഉണ്ടാകും. ഷെൽട്ടർ ഉൾപ്പെടെ ഞാൻ 15 വർഷത്തിനകം നമുക്ക് തീർക്കാൻ പറ്റുന്ന കാര്യമാണ്. 15 വർഷത്തിൽ കൂടെ ഒരു നായ്ക്ക് ഇതിൽ ആയുസില്ലല്ലോ. അപ്പൊ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും. ശാശ്വതമായി ഉള്ള എഫക്റ്റീവ് സ്റ്റെപ്സ് എടുക്കുന്നില്ല ഇവിടെ നമ്മുടെ പ്രകൃതിയെയും നമ്മുടെ എക്കോ ബാലൻസിങ്ങിനെയും ബാധിക്കുന്നു. എല്ലാ ജീവജാലങ്ങളുടെയും ഓരോ ഉദ്ദേശത്തോടെ ഇത് എങ്ങനെ സംസ്ഥാനങ്ങൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എങ്ങനെ, സുപ്രീം കോടതി നിർദ്ദേശം എങ്ങനെ നടപ്പാക്കുന്നത് എങ്ങനെ, അത് വളരെ പ്രധാനപ്പെട്ട ഇനി അറിയാനിരിക്കുന്ന കാര്യമാണ്.